ശരിക്കും ക്രിസ്ത്യാനികൾ വാസ്തു നോക്കിയാണോ വീട് വെക്കാറുള്ളത്? ബേസിക്കലി ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാല് വാസ്തുവിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന് പോകാൻ പറ്റില്ല. വാസ്തു എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നേച്ചറിനൊരു ഓർഡർ ഉണ്ട്. പള്ളികളുടെ വാസ്തു നോക്കിയിട്ട് പള്ളികൾ വെക്കുന്നുണ്ട്. ഈ വാസ്തു നോക്കാതെ പള്ളികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഉണ്ടാവുന്നത് ഇപ്പൊ ഇസ്ലാമിന്റെ പള്ളി എടുക്കുക എങ്ങനെയായിരിക്കും, ടോംബ്. ഇത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവിടെ ചൂട് പിടിച്ച സ്ഥല, നേരെ ഓപ്പോസിറ്റാ, മരുഭൂമിയാ. അപ്പൊ താഴെയുള്ള ചൂട് പിടിച്ച വായു മേലേക്ക് പോകണം. ഇപ്പൊ ഇന്ത്യൻ സിസ്റ്റത്തിലാകുമ്പോ എന്താണ് വെച്ചാൽ, പണ്ടേ ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജാതി മതമൊന്നുമല്ല, ഒരു വേ ഓഫ് ലിവിങ്. വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാല് സാധാരണ നമ്മളിപ്പോ മറിയത്തിനെ കണ്ടാൽ എങ്ങനെയാ, ഒരു പാവമാണ് അല്ലേ. നേരെ വേളാങ്കണ്ണി മാതാവിനെ കണ്ടാലോ നല്ല സമൃദ്ധിയിലുള്ളത്. അതാണ്. നമസ്കാരം. അബാക്കിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡോക്ടർ നിഷാന്ത് തോപ്പിലാണ്. നമസ്കാരം. നമസ്തേ. ഈ വാസ്തു എന്ന് പറയുന്നത് ശരിക്കും ഹിന്ദുക്കളുടെ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ശരിക്കും ക്രിസ്ത്യാനികൾ വാസ്തു നോക്കിയാണോ വീട് വെക്കാറുള്ളത്? ഗുഡ് മേഘ, നല്ല ക്വസ്റ്റ്യൻ, വെരി ഗുഡ്. ശരിക്കും ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മളെ ബോഡിയാണ്, അല്ല ഞാനാണ് ബോഡി. അപ്പം എനിക്ക് ചില ആഭരണങ്ങളാണെന്ത് ജാതി, ഹിന്ദു, മതം, ഇതൊക്കെ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഓരോ ആഭരണങ്ങളാണ്. അപ്പം ശരിക്കും ബേസിക്കലി ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വാസ്തുവിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യന് പോകാൻ പറ്റില്ല. വാസ്തു എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നേച്ചറിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സമൃദ്ധി ഐശ്വര്യമൊക്കെ വരും. അതായത് ഒരാൾ ദരിദ്രനാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ഈ നേച്ചറിൻ്റെ ഓർഡറിൽ നിന്ന് എവിടെയോ പ്രശ്നത്തിന് ഉണ്ടെന്നാണ്. അപ്പം അത് ഹിന്ദു ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ഇസ്ലാം ആയാലും ശരി, എല്ലാവർക്കും ഒരുപോലെ. ഞാനൊരു 7ഓളം ക്രിസ്ത്യൻ പള്ളികൾക്ക് കുറ്റിയിടിച്ചിട്ടുണ്ട്. അവരെന്നെയാണോ സമീപിക്കുക? അത് തന്നെയാണ്. അതെന്താണെന്ന് അറിയോ, ഈ ശരിയായിട്ടുള്ള ഇതെന്താണെന്ന് അറിയോ, ബേസിക്കലി ഉള്ള പുറമെയാണ് ഈ എന്താണ് ഇതൊക്കെ വ്യത്യാസം. ഇപ്പം ഗുരുജീൻ്റെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പഴം എന്ന് പറയുന്നത്, പഴം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരേ കളറും ഒരേ ടേസ്റ്റും ഒക്കെയാണ്. പക്ഷെ അതിൻ്റെ തൊലികൾ മാറും. ചിലത് ചെങ്കതളിയാവും, ചിലത് റോബസ്റ്റ് ആവും, ചിലത് നമ്മളെ പാളയംകോടനാവും. അപ്പം എന്താണ് അതിനനുസരിച്ച് അതിൻ്റെ എന്താവും, തൊലി കഴുകണിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് തന്നെയുള്ളൂ മതവും. പക്ഷെ ഉള്ളിലുള്ള പഴമൊക്കെ ഒരേ തന്നെയാണ്. പിന്നെ ടേസ്റ്റ് കുറേയൊക്കെ മാറും, കാരണം കണ്ടന്റിനനുസരിച്ചിട്ട് മാറും. പക്ഷേ ഈ തൊലി ഇല്ലെങ്കിലോ പഴം നിലനിൽക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സിസ്റ്റമാണ് കീഴ്വഴക്കങ്ങൾ, ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും. അപ്പം അത് ഓരോരോ നാട്ടിലുണ്ടായതിനനുസരിച്ച് അത് മാറി, അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നമ്മളെ ഇന്ത്യയിലാണ് വാസ്തു എന്ന് പറഞ്ഞ ശാസ്ത്രം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ പരാമർശിക്കുന്നതൊക്കെ അങ്ങനെ സംസ്കൃത വാക്കുകളും ഒക്കെ വന്നതുകൊണ്ട് ഇതൊരു ഹിന്ദുവിൻ്റെ ആണെന്നായി വിചാരം. സംഖ്യയായി അവിടെ ഒരു കാവ്യ പുറത്തു വന്നു. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനാകുക എന്നുള്ളതാണ് ഒന്നാമത്. ഒരൊറ്റ കാര്യമുള്ളൂ, ശ്വാസം വലിക്കണം. പൊന്നെ കരളെ മുത്തേന്നൊക്കെ പറയും. ശ്വാസം കഴിക്കില്ലെങ്കിൽ ആരും വീട്ടിൽ വെക്കുവോ? അപ്പൊ ഈ പള്ളികളുടെ വാസ്തു നോക്കിയിട്ട് പള്ളികൾ വെക്കുന്നുണ്ട്. ഈ വാസ്തു നോക്കാതെ പള്ളികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. ഇപ്പം ഇന്ത്യയിലുള്ള പള്ളികളൊക്കെ ഒരുവിധമൊക്കെ, എസ്പെഷ്യലി കേരളത്തിലൊക്കെ വാസ്തു നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണത്. ഇത് അതിൻ്റെ ഒരു ബേസിക് സാധനം പറഞ്ഞുതരാം. അതായത് യൂറോപ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ്. മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങൾ, നമ്മളവിടെ മഴ പെയ്യാണ്, അവിടെ ആലിപ്പഴങ്ങളാണ് പൊഴിയുക. അപ്പോൾ അത് തങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ കൂർത്ത മേൽക്കൂരകളാക്കി പള്ളിക്ക്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് മൂടിയാൽ അങ്ങനെ തന്നെ പൊഴിഞ്ഞു പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ഇപ്പോൾ ഇസ്ലാമിൻ്റെ പള്ളി എടുക്കുക എങ്ങനെയായിരിക്കും, ടോംബ്. ഇത് എന്തുകൊണ്ടാണ് വെച്ചാൽ അവിടെ ചൂട് പിടിച്ച സ്ഥലമാണ്, നേരെ ഓപ്പോസിറ്റാ, മരുഭൂമിയാ. അപ്പോൾ താഴെയുള്ള ചൂട് പിടിച്ച വായു മേലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് വലിയ മിനാരങ്ങളാക്കുന്നത്, വലിയ കുംഭങ്ങളാക്കി മാറ്റുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് താഴെ ഇരിക്കുന്ന ആളിൽ മേലെ വലിയ വിസ്താരം വരുമ്പോൾ അതുകൊണ്ട് ആ താഴത്തെ ചൂട് പിടിച്ചിട്ട് പെട്ടെന്ന് മേലേക്ക് പോകും. ഇങ്ങനെ വാസ്തു എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രത്തിന് ഉപയോഗപ്പെടുത്തല. നമ്മൾ കരുതുന്ന ഒരു തച്ചുശാസ്ത്രമാതിരി അളവ് നോക്കൽ മാത്രമല്ല വാസ്തു. നമ്മളിവിടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ്,
ഈ അളവ് നോക്കലാണ് വാസ്തു എന്ന് എല്ലാവരും ധാരണ. അതല്ല, വാസ്തുവിൽ ഒരുപാട് സാധനമുണ്ട്, ഓരോരോ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാമിലാണെങ്കിലും വാസ്തു ഉപയോഗിക്കുന്നുണ്ട്, ഈ ക്രിസ്ത്യനിലാണെങ്കിലും ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻ വാസ്തുവിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ആ ക്രിസ്ത്യാനിറ്റീൻ്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ നാട്ടിലെ അനുസരിച്ചിട്ടാണ് അത് മാറുക. ക്രിസ്ത്യനിൽ ഏകദേശം ഒരു 144ഓളം വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോരോന്നിനും അതിൻ്റെതായ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ കേരളത്തിലുള്ള ക്രിസ്ത്യൻ പള്ളിയിൽ ഇപ്പോൾ എന്താ പറയുക, ചുറ്റുവിളക്കും കൊടിമരവും ഒക്കെ വരാൻ തുടങ്ങി. ഇത് ബാക്കിയുള്ളവരൊക്കെ ചിരിക്കും, പക്ഷെ കൽവിളക്കുകൾ വരാൻ തുടങ്ങി. കാരണം നമ്മളെ ഇവിടുത്തെ സിസ്റ്റം ഇതാണ്. അപ്പൊ അതിനെ അഡാപ്റ്റ് ചെയ്യണതാണ് അത്, അല്ല പറയുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സിസ്റ്റത്തിലുള്ള എന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള, അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലുള്ളത് അതിനനുസരിച്ചിട്ടാണ്. ഈ ക്രിസ്ത്യൻ ആ ഒരു ഫിലോസഫി ക്രിയേറ്റഡ് ആണ് ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കർത്താവ് സംസാരിച്ചത് പാവപ്പെട്ടവരോടത്തും ദരിദ്രരുമായിട്ടും ഉള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്ന ആളുകളായിരുന്നു. അങ്ങനെയാണ് ഗിരിപ്രഭാഷണങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് സക്കായിയെ ഇറങ്ങി വാ, ഞാൻ നിൻ വീട്ടിൽ വസിക്കട്ടെ എന്നൊക്കെ പറയും. അപ്പൊ സക്കായിന്റെ വിചാരം മൂപ്പര് പൈസക്കാരെ വീട്ടിലേ പോകുള്ളൂ. അപ്പൊ നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ വീട്ടിൽ വസിക്കട്ടെ. അപ്പൊ ഇത് പറയണത് എന്താണെന്ന് വെച്ചാല് അദ്ദേഹം താഴെയുള്ള സാധാരണക്കാരനോടാ പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രാർത്ഥനകളും അതായി, അന്നത്തെ ഭക്ഷണം എത്തിച്ചു തന്നതിന് നന്ദി. കാരണം അന്നത്തെ പ്രശ്നം അതായിരുന്നു. മണിമാളിക കെട്ടാൻ പ്രാർത്ഥിച്ചത് ബൈബിളിലില്ല. കാരണം അന്നത്തെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന പാവപ്പെട്ടവരൊക്കെ. അപ്പൊ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം, വസ്ത്രമൊക്കെ. അതുകൊണ്ടാണ് അന്നത്തെ അപ്പം എത്തിച്ചു തന്നതിന് നന്ദി. അപ്പൊ ഇന്നിപ്പോ കാലഘട്ടം മാറുമ്പോ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാല് ഇതിനനുസരിച്ചിട്ട് മാറേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ വാസ്തു എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഇത് പ്രപഞ്ച താളത്തിലാണെങ്കിൽ അത് കൂടുതലായിട്ട് അത് സമൃദ്ധി ഉണ്ടാക്കും, ഇല്ലയോ അത് നാശങ്ങൾ വരും. ഇത് കാരണമാണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇവൻ കുറെ പള്ളികൾ വിൽക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ വിറ്റുപോണുണ്ട്. ഇവൻ ആ സങ്കടകരമായ അവസ്ഥയാണ് കേട്ടോ അത്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, കേരളത്തിലും ഇന്ത്യയിലുള്ള പള്ളികളൊക്കെ അധികവും ഈ വാസ്തുപ്രകാരമൊക്കെ തന്നെയാണ് ചെയ്യണത്. അതായത് ഒന്നുകിൽ കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്. ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ തന്നെ കുറ്റിയടിച്ചിട്ടുണ്ട് കേട്ടോ പള്ളിക്കൊക്കെ. അല്ല പറയണത്. അപ്പോൾ പറയണപ്പോൾ നമ്മളെ വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പറായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ മറിയത്തിനെ കണ്ടാൽ എങ്ങനെയാ, ഒരു പാവമാണ് അല്ലേ. നേരെ വേളാങ്കണ്ണി മാതാവിനെ കണ്ടാലോ നല്ല സമൃദ്ധിയിലുള്ളത്. അതാണ് കാരണം ആ കാലഘട്ടത്തിലുള്ള ചിത്രീകരണത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പാവം കന്യാമറിയായിട്ടാണ്. പക്ഷെ നമ്മളിവിടെ കേരളത്തിലെ വന്ന് ഇവിടുത്തെ സമൃദ്ധി എന്നുള്ളത് ഉൾക്കൊണ്ടപ്പോ ഇവിടെ എന്ന് പറഞ്ഞാല് ദേവിമാരൊക്കെ ഏതും ദരിദ്രവാസിയായിട്ടുള്ള ദേവീനെ കണ്ടിട്ടുണ്ട് ഒക്കെ ഇങ്ങനെയായിരിക്കും ആഭരണങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്തായി, വേളാങ്കണ്ണി മാതാവ് സമൃദ്ധിയിലുള്ളതായി. അതുകൊണ്ട് തന്നെ അധികം ക്രിസ്ത്യൻ ഫാമിലിക്കുണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും മാതാവിനെ പോയി കാണുന്നത്. ഞാനും പോകാറുണ്ട് കേട്ടോ, എല്ലാം പറയും. അപ്പൊ ഈ പോയി കാണുമ്പോ എന്താണ് വെച്ചാൽ ആ സമൃദ്ധി നമ്മളിലേക്ക് വരിക. അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആചാരന്മാരെ തന്നെ പ്രദക്ഷിണം ഒക്കെ കാണാം. അതെ അതാ ഇതൊക്കെ കല്ലും കൊണ്ട് പ്രദക്ഷിണമൊക്കെ ഉണ്ടാവും. അതായത് നമ്മളെ ഇവിടുത്തെ ആ സിസ്റ്റത്തിനെ തന്നെ അഡാപ്റ്റ് ചെയ്യാണ് അതിൽ ചെയ്യുന്നത്. ഇത് തെറ്റ് ശരിയെന്നല്ല, ഓരോന്നിലും ഓരോ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നേരെ മറിച്ച് ഇസ്ലാമിലാണെങ്കിൽ അങ്ങനെ ഒന്നിനും സ്വീകരിക്കില്ല. ഇപ്പൊ ബാങ്ക് കൊടുക്കണ്, ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫാദർ സംസാരിക്കുകയാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കും. പക്ഷെ ഒരു മുസ്ലിയാരെപ്പോഴും പറയുമ്പോൾ ആ അറബിയുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കുക. കാരണം അതിന്റെ സിസ്റ്റത്തിൽ എന്താ വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, അതിലേ പോവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് വന്നു. ഇത് തെറ്റ് ശരിയെന്നല്ല, നമ്മൾ ഓരോന്നിനും ഉപയോഗിക്കണ അതിനടുത്തൊരു ഉയരുന്നു. ഇപ്പം ഇസ്ലാമിൻ്റെ അതിൽ പ്രകാരം സമൃദ്ധി ഉണ്ട്, അവിടുത്തെ വാസ്തു ഉണ്ട്. ഇപ്പം ദുബായ് എന്ന് പറയുന്നത് എത്ര കുറഞ്ഞ കാലം കൊണ്ടാണ് അത് പുരോഗമിച്ചു വന്നത് അല്ലേ. അത് പറയും. അപ്പൊ എല്ലാത്തിനും ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ പല പേരിലായിരിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യൻ സിസ്റ്റത്തിലാകുമ്പോൾ എന്താണ് വെച്ചാൽ, പണ്ടേ ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജാതി മതമൊന്നുമല്ല, ഒരു വേ ഓഫ് ലിവിങ്. അപ്പൊ ഇവിടെ ഉള്ള ഋഷിമാര് സമൃദ്ധി വേണം, അപ്പൊ അതിനെന്താ ചെയ്യുക, അപ്പൊ അതിനു വേണ്ടി മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്.
അതെ, ഇപ്പൊ ഈ സാധാരണ ക്രിസ്ത്യൻ പള്ളികൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഡോർ ഉണ്ടാവും, സൈഡിൽ കുറെ ഡോറുകൾ ഉണ്ടാവും. ഒരു ഒറ്റ മുറി പോലുള്ള ഒരു സംഭവമാണ്. അതിന്റെ വലിപ്പം കൂടുകയും കുറയും ചെയ്യാണ് പതിവ്. ഒന്നുകിൽ കുരിശാകൃതിയിലായിരിക്കും പള്ളി ഉണ്ടാവുക. അപ്പൊ ഇതിനെല്ലാം ഡിഫറൻസ് ഉണ്ടോ? അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? അല്ല, അത് ക്രിസ്ത്യൻ പള്ളികൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവിടുത്തെ അവൈലബിലിറ്റിയാ, അതായത് സ്ഥലം എങ്ങനെയാ അവൈലബിൾ, അത് നോക്കിയിട്ടാണ് ആകുന്നത്. പിന്നെ നമ്മൾ ഈ ഹിന്ദു സിസ്റ്റത്തിലുള്ള അമ്പലത്തിലാകുമ്പോൾ നടുഭാഗത്ത് ദേവൻ ഇരുന്ന് അതിനെ എനർജൈസ് ചെയ്യല. അവിടെ നമ്മൾ പ്രസംഗം കേൾക്കാൻ ഇരിക്കുന്നില്ല. നേരെ മറിച്ച് പള്ളിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാല് നമ്മളെ ഫാദർമാരൊക്കെ പറയണത് കേട്ടിരിക്കാനുള്ള ആൾക്കാരുകളാണ്. അപ്പൊ ആ ഒരു ഇതും ആൾക്കാരെ നിന്ന് സംസാരിക്കുന്നു, ബാക്കി എന്താ അത് കേൾക്കാന്നുള്ള. അപ്പൊ ഇടയനാണ്. അപ്പൊ ഇടയനും ആട്ടിടയനും കുഞ്ഞാടുകളെന്നുള്ള, അതായത് പറയുന്ന കേൾക്കാനുള്ള ഒരു ഹോളാണ് കൺസെപ്റ്റ്. അതാണ് ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അവിടെ ഇപ്പം ദേവൻ എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ കുരിശ് ഉപയോഗിക്കുന്നവരുണ്ട്, കുരിശ് ഉപയോഗിക്കാത്തവരുണ്ട്. അത് എന്താ പറയാ, വിഗ്രഹം ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാത്തവരുണ്ട്. പിന്നെ വേറെ ഒരു ഇതുണ്ട്, ഈ ക്രിസ്ത്യൻ പള്ളികളിൽ ചില പള്ളികളിലൊക്കെ ഫാദർമാരൊക്കെ മരിച്ചാൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ അടക്കം ചെയ്യും. അതെന്തുകൊണ്ട് ഇത് തെറ്റും ശരിയെന്നല്ല കേട്ടോ, അത് അങ്ങനെ. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ കുളിച്ചു പോകണമെന്നില്ല, കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പോകണമെന്നില്ല. നേരെ മറിച്ച് വന്നു കഴിഞ്ഞാലാണ് ചിലപ്പം കുളിക്കുക. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നമ്മൾ അടുക്കാനുള്ള സിസ്റ്റം നമ്മളൊരു എന്താ പറയുക, പറയണത് അനുസരിച്ച് ആ വാക്യങ്ങൾ കേട്ടിട്ട് നമ്മളിലുള്ള ഒരു പ്രൈസിങ് നടക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കും, ഇല്ലാത്തവന് നിന്ന് കൂടി എടുക്കപ്പെടുകയും ചെയ്യും. ഇതെന്താ സാധനം? നമ്മൾ എത്രത്തോളം നന്ദി പറയണോ അതിനനുസരിച്ച് നമുക്കൊക്കെ കൂടി വരും. ഇല്ലയോ ഉള്ളവും കൂടി പോവുക ചെയ്യുക. അപ്പൊ ഇതിലെന്താണെന്ന് വെച്ചാൽ അതൊരു വലിയൊരു കൺസെപ്റ്റാണത്. അതില് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധി തന്നെയാണത്. അപ്പൊ പണ്ട കാലത്തുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ കർത്താവ് ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അല്ല പറയണത്. അല്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു സമൃദ്ധിനെ നമ്മൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതിനെ ഉൾക്കൊള്ളുമ്പോൾ എല്ലാത്തിലും വാസ്തുവിലും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ ഏതൊരു പള്ളി എടുത്താലും ഒരു 70-80% പള്ളികൾക്കും അടുത്തൊരു സെമിത്തേരി ഉണ്ടാവും, തൊട്ട് ചേർന്നൊരു സെമിത്തേരി ഉണ്ടാവും. അല്ലെങ്കിൽ സാർ പറഞ്ഞതുപോലെ പള്ളിക്കുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരുടെ കല്ലറകളുണ്ടാവും. ഇതെല്ലാം പള്ളിയിലേക്ക് ഒരു നെഗറ്റീവ് എനർജിയാണോ കൊണ്ടുവരുന്നത്? അല്ല, അതില് വലിയൊരു സിദ്ധാന്തം ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ള ലോജിക്കുന്ന ഒന്ന് ഇതാണത്. അതായതെന്ന് പറഞ്ഞാൽ ഈ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അപ്പോൾ ആ ബോഡി ആ ഒരു ദിവ്യ ആത്മാവാണെങ്കിൽ ആ ബോഡി വീണ്ടും പ്രിസേർവ്ഡ് ആവും. ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് കാരണം നമ്മൾ ബോഡീനെ പ്രിസേർവ് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. പക്ഷെ ഈ ഹിന്ദു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ആ ബോഡി കൊണ്ട് കാര്യമില്ല. അതിലിപ്പോൾ എത്രയേ ഉള്ളൂ, ഞാൻ ഉപയോഗിക്കുന്ന പെന്ന്, ഞാൻ ഉപയോഗിക്കുന്ന ഷർട്ട്, ഞാൻ ഉപയോഗിക്കണത്, അപ്പൊ അതുമാതിരി തന്നെ ഞാൻ ഉപയോഗിച്ച ബോഡി അത് കഴിഞ്ഞു, അത് ദഹിപ്പിച്ച് കളഞ്ഞു. പക്ഷേ കർത്താവ് ഒരു ഉയർത്തെഴുന്നേറ്റത് കാരണം അങ്ങനെ ഒരു ഫിലോസഫി ഇതിൽ വന്നു. അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ ബോഡീനെ ഇതാക്കി ഒരു 7 വർഷമെങ്കിലും ഇങ്ങനെ കാക്കുക എന്ന് പറയുന്ന ഒരു ഇതായി. 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായില്ല കേട്ടോ, അല്ല പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ബോഡി നെഗറ്റീവായിട്ടല്ല കാണുന്നത്, അതിലുള്ള ആ ഈശ്വരീയത കൊണ്ട് ആ ബോഡി വീണ്ടും അത് ഉയർത്തെഴുന്നേറ്റേക്കാം. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ ഒരു നെഗറ്റീവ് എനർജി വരില്ല എന്നല്ല, അതിന്റെ കൺസെപ്റ്റ് അതാണ്. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി എന്ത് കേൾക്കുന്നുണ്ട്, ഇവിടെ നിത്യം. അതെ, ബേസിക്കലി ഞാനൊക്കെ കുഞ്ഞിലെയൊക്കെ വളർന്നു വരുന്ന സമയത്തും പള്ളിയിൽ നേരെ ചെന്നാ പള്ളിയില് തുറക്കുന്നതിന് മുന്നെയാണ് ചെല്ലുന്നെങ്കിൽ നേരെ കല്ലറയിൽ പോവുക, പഴയ ആൾക്കാരുടെ ഇതൊക്കെ സംസാരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. പോസിറ്റീവ് തന്നെയാണത്. ഇത് അതെന്താണെന്ന് അറിയാം, ഡെഡ് ബോഡി എന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്ക് നെഗറ്റീവ് ആക്കണത്. നേരത്തെ എന്റെ അപ്പാപ്പൻ എന്ന് പറഞ്ഞാലോ ആ ഇമേജ് ആണ്, അതാണ് അതിനെ പോസിറ്റീവ് ആക്കണത്. അവിടെ അത് നെഗറ്റീവ് ആയിട്ടല്ല കാണും, ഒരിക്കലും നെഗറ്റീവ് അല്ല. അവിടെ എന്താണെന്ന് വെച്ചാല് നമുക്കൊന്ന് ഏറ്റു പറയാൻ, ഒരാളെടുത്ത് പറയാൻ കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. അത് അവിടെ ബേസിക്കലി അത് അയാൾ പോയിട്ടില്ല, അല്ലെങ്കിലും പോകില്ല എന്നാണ്. അതായത് എന്ന് പറഞ്ഞാല് അച്ഛൻ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അതായത് ഒന്ന് അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ശരീരം, 2 എൻ്റെ അച്ഛൻ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും.
അപ്പൊ ഞാൻ മരിക്കണം എന്നാലേ ഉള്ളൂ എൻ്റെ അച്ഛൻ പോവുള്ളൂ. അല്ല പറയാം. അപ്പൊ ഈ അച്ഛൻ എന്ന് പറയുന്നതിന് മരണമില്ല. അപ്പൊ എൻ്റെ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ പറയണം. അപ്പൊ ആ ഇന്ന സ്ഥലത്താണ് ബോഡി വെച്ചത്, അപ്പൊ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായി, അത് പോസിറ്റീവായിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ അവിടെ കൺസെപ്റ്റ് വ്യത്യാസം. അതുകൊണ്ട് ഒരിക്കലും അതിനെ നെഗറ്റീവ് എന്ന് പറയരുത്. ഓക്കെ, അപ്പൊ വാസ്തുവായിട്ട് കണക്ട് ചെയ്താൽ പോലും അതിനെ അങ്ങനെ കാണാൻ കഴിയും. അത് പറ്റും. അത് കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു രസം കേൾക്കണോ, ഈ വാസ്തുവിൽ ആദ്യ കാലങ്ങളിൽ ഈ വാസ്തു അപ്ലൈ ചെയ്തതെന്ന് ചൈനയിലാണ് തുടങ്ങിയത്. ചൈനയിൽ ആദ്യമായിട്ട് വാസ്തു അപ്ലൈ ചെയ്തത് ഖബറിടങ്ങൾ ഉണ്ടാക്കാനാണ്. ഓ, എന്തിനു പറയുന്നത്, നമ്മൾ ഈ വടക്ക് നോക്കി എന്ന് പറയുന്നുണ്ടല്ലോ, ചൈനീസ് വാസ്തുവിലൊക്കെ ഉള്ള ഒരു കരണ്ടി മരുന്നൊരു സാധനം ഉണ്ട്. ഇവൻ ഡെഡ് ബോഡി വെക്കണത് കറക്റ്റ് ഡയറക്ഷൻ നോക്കിയിട്ടാ. അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവും അത്. അതാണ്. പക്ഷെ നമ്മളെ ഇന്ത്യയിലേക്ക് വന്നത് ഇത് എന്ന് പറഞ്ഞാൽ പക്ഷേ ഡയറക്ഷൻ നോക്കിയല്ലേ ബോഡി ആണ്. അതങ്ങനെ തന്നെയാ. അപ്പൊ തെക്കോട്ടേക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തെക്കോട്ട് തല വെച്ച് എടുക്കുക, അതൊക്കെ തന്നെയാണ്. അതിലൊക്കെ വാസ്തു ഉണ്ട്. വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു അളവ് നോക്കുന്ന സബ്ജക്റ്റ് മാത്രമല്ല, ലൈഫിലുള്ള എല്ലാ തലങ്ങളിലും വരുന്നതാണ്. പിന്നെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സമൃദ്ധിയിൽ ജീവിക്കുക എന്നാ. അപ്പൊ നമ്മളപ്പം മരിച്ചവരെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ്. അപ്പൊ എന്താണ്, ജീവിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസമാണെങ്കിൽ അതൊരു പോസിറ്റീവ് അല്ലേ. അതാണ് അതിൻ്റെ ഇത്. അപ്പൊ നമ്മളിതിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദു സിസ്റ്റവും ഈ ക്രിസ്ത്യൻ സിസ്റ്റവും രണ്ട് കൺസെപ്റ്റ് തന്നെയാണ്. അവിടെ എന്താണെന്ന് വെച്ചാല് ശരിക്കും ഈശ്വരനില്ല. നമ്മളിപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് അറിയില്ലേ, പരിശുദ്ധാത്മാവിന് രൂപം ഉണ്ടോ? ഇല്ല. അതേ തന്നെയാണ് ഈശ്വര സങ്കല്പം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രൂപമൊന്നുമില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഹിന്ദു ഇതിൽ വരുമ്പോ എന്താണ്, ഒരു കുട്ടിക്ക് ഇപ്പൊ വിദ്യാഭ്യാസമാണ് ആവശ്യം. വിദ്യ എന്ന് പറഞ്ഞാൽ രൂപം ഉണ്ടോ? ഇല്ല. പക്ഷെ ഇത് സൃഷ്ടിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, അതെ, അനുഭവിക്കാനും പറ്റും, ഉയരാനും പറ്റും. അപ്പൊ അതെന്ത് ചെയ്ത് വെച്ചാല് ഋഷിമാർക്ക് ഇതിന്റെ ഒരു സൈക്കോളജി അവർക്ക് അറിയാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ കംപ്ലീറ്റ് വിഷ്വൽസാണ്. ഞാൻ മുന്നേയുള്ള ഇന്റർവ്യൂലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇയാൾ ചോദിച്ചതിനെ കൊണ്ട് ഒന്നുകൂടി പറയാം. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ ആവശ്യം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ രൂപമില്ല, പക്ഷെ ഒരു ശ്ലോകം ഉണ്ടാക്കുകയാണ്. യാ കുന്ദേന്ദു തുഷാരഹാരതവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണ വരദണ്ഡ വണ്ടിതകര യാ ശ്വേത പത്മാസന, അങ്ങനെ പോകുന്നുണ്ട്. ആരെ കയ്യിൽ വീണയുണ്ടോ, ആരെ കയ്യിൽ ബുക്കുണ്ടോ, മക്കളെ ഇതിനെ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് വിദ്യ വരും. അപ്പോൾ വിദ്യ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റായിട്ട് അതിനെ പ്രാർത്ഥിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെയിലി പ്രാർത്ഥിച്ച് വരുമ്പോൾ എന്താവും, ഇവരിൽ ഇത് മേക്കപ്പ് ആവും. അതായത് ഈ ഇന്ത്യൻ സിസ്റ്റത്തിലൊക്കെ ക്രിയേറ്റ് ചെയ്യില്ല. ഇപ്പൊ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അതിനെ സൃഷ്ടിക്കലാണ്. അപ്പൊ അതാണ്, എനിക്ക് ഇന്ന വേണം, വിദ്യ വേണം, അപ്പൊ അതിനെ സൃഷ്ടിക്കണം. ധനം വേണം, അപ്പൊ ധനത്തിന്റെ ആയിട്ടുള്ള അംഗം ഹരേ പുളകഭൂഷണം, അപ്പൊ 24/7 ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ പൈസ വരിക. എല്ലാം പറയുക. അതാണ് മഹാലക്ഷ്മി. എല്ലാം പറയാണ്. അങ്ങനെ 30 മുക്കോടി ദേവതകൾ എന്ന് പറയുമ്പോൾ 30 മുക്കോടി വിഷ്വൽസാണ്.